بسم الله الرحمن الرحيم السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يوم تقلب وجوههم في النار يقولون يا ليتنا أطعنا الله وأطعنا الرسولا وقالوا ربنا إنا أطعنا سادتنا وكبراءنا فأضلونا السبيلا ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരായ സുഹൃത്തുക്കളെ, നേതാക്കന്മാരെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയം നിറഞ്ഞ നാട്ടുകാരെ, നമ്മെ എല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും കാത്തു സൂക്ഷിക്കണമേ എന്ന് എല്ലാവരെയും ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്.
ജീവിതത്തിന്റെ അവസാന ശ്വാസം വരേക്കും അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കുവാനും അവന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുവാനും അവസാനം ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് യഥാർത്ഥ മുഅ്മിനായി വിട പറയുവാനും അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പാരമ്പര്യമുള്ള ഒരു നാടാണ് ഈ മോങ്ങം അങ്ങാടി. അങ്ങനെയുള്ള ഈ നാട്ടിൽ വളരെ വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രം എന്ന് പറഞ്ഞാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ കാലം മുതൽക്കു തന്നെ ഇസ്ലാമിന്റെ ആദർശ പോരാട്ടത്തിന്റെ ഭാഗമായി, ആദർശ പ്രചരണത്തിന്റെ ഭാഗമായി നിരവധി സംവാദങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുതിയാപ്പിളയായിരുന്ന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ, അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ഒരു പുതിയ കക്ഷി രൂപം കൊള്ളുകയാണ്. ഖവാരിജുകൾ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ട ഒന്നാമത്തെ പിഴച്ച കക്ഷി. അവരുടെ വാദം, അള്ളാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ടവർ പറഞ്ഞു, ഇനൽ ഹുക്കും ഇല്ലാ ലില്ലാ, എല്ലാ നിയമങ്ങൾ ഉണ്ടാക്കുവാനും അധികാരം അതുപോലെ തന്നെ വിധിക്കുവാനുമുള്ള അധികാരം അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു അൻഹും അതുപോലെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹും അടക്കമുള്ള നിരവധി സഹാബിമാർ നഊദു ബില്ലാഹ് കാഫിറായി പോയിരിക്കുന്നു എന്ന പുതിയ ശബ്ദമുയർത്തിക്കൊണ്ട് അവരൊരു പുതിയ മുന്നണി രൂപീകരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്നത്തെ ഖലീഫയായിരുന്ന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അനുവാദത്തോടുകൂടി അവരുമായി സംവദിക്കാൻ പോകുന്ന ചരിത്രം ഇമാം ഹാക്കിം അദ്ദേഹത്തിന്റെ മുസ്തദറക്കിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിനെതിരെ 3 ആരോപണങ്ങൾ അവർ ഉന്നയിക്കുകയും മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ആരോപണങ്ങൾക്ക് ഖുർആൻ കൊണ്ട് മറുപടി പറയുകയും അങ്ങനെ അവസാനം ഏകദേശം 1000കണക്കിന് ഖവാരിജുകൾ അവരുടെ വാദം ഉപേക്ഷിച്ചുകൊണ്ട് അഹ്ലുസുന്നത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളത് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ അറിയപ്പെട്ട സംഭവമാണ്. അതൊരു തുടക്കമായിരുന്നു. പിന്നീട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടത്തിലും അതിനുശേഷമുള്ള നിരവധി സംവാദങ്ങൾ, ആദർശ സംവാദങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. കേരളത്തിന്റെ മണ്ണിൽ നമുക്കറിയാം കൊട്ടപ്പുറം സംവാദം. അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ വിശുദ്ധ ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഏറ്റവും ആദ്യം പരസ്യമായി ഉണ്ട്. വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിനാ എന്ന് തുടങ്ങിയ ആയത്ത് അല്ലാഹു അല്ലാത്ത ആളുകൾ അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും വിളിച്ച് പ്രാർത്ഥിക്കുവാനുള്ള തെളിവാണെന്ന് ആദ്യമായി കൊണ്ട് കേരളത്തിൽ പരസ്യമായി കൊണ്ട് ഓതിയ ഒരു സംവാദമാണല്ലോ കൊട്ടപ്പുറം സംവാദം. പിന്നീട് പരസ്യ സംവാദങ്ങൾക്ക് ശേഷം നിരവധി സംവാദങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സഹാബത്ത് മനസ്സിലാക്കിയ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥ വക്താക്കൾ, പ്രമാണങ്ങളോട് കൂറു പുലർത്തുന്ന ആദർശത്തിന്റെ വക്താക്കൾ ആണ് ഞങ്ങളെന്നതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്തത് കൊണ്ട് തന്നെ ആ പ്രമാണങ്ങൾക്ക് അല്ലെങ്കിൽ പ്രമാണ വിരുദ്ധമായ ആദർശങ്ങളോട് സംവദിക്കുവാൻ മുജാഹിദുകൾക്ക് ഒരിക്കലും പേടിയോ മടിയോ ഉണ്ടായിട്ടില്ല.
അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ സഹായം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എല്ലാ സംവാദങ്ങളിലും. സംവാദങ്ങൾ എന്ന് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിങ്ങൾ സംവാദത്തിനുണ്ടെന്ന് ചോദിച്ച് നടക്കുന്ന ഏർപ്പാട് മുജാഹിദുകൾക്കില്ല. നേരെ മറിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം ചോദ്യം ചെയ്യപ്പെടുകയും ആ വെല്ലുവിളി ഏറ്റെടുക്കാതിരിക്കുമ്പോൾ മുജാഹിദുകളുടെ ആദർശത്തിൽ എന്തോ പോരായ്മയുണ്ടെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുകയും അല്ലെങ്കിൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യുമ്പോഴാണ് മുജാഹിദുകൾ പലപ്പോഴും സംവാദങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇതിൽ നിന്ന് മുജാഹിദുകളുടെ സംവാദങ്ങൾ തീർത്തും വ്യത്യസ്തമായ അല്ലെങ്കിൽ ഈയിടെ നടന്നിട്ടുള്ള സംവാദങ്ങളിൽ ഏറെ ശ്രദ്ധേയമായ 2 സംവാദങ്ങളാണ് പത്തപിരിയം സംവാദവും നന്ദി സംവാദവും. എന്തുകൊണ്ടും ഈ നാട്ടിലുള്ള ആളുകൾ കൃത്യമായി മനസ്സിലാക്കേണ്ട, പ്രത്യേകിച്ച് മുജാഹിദുകളുടെ പേരിൽ പ്രവർത്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട, ഒരുപാട് പഠിക്കേണ്ട കാര്യങ്ങൾ ആ സംവാദങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷമുള്ള ഫൈസൽ മൗലവിയുടെയും താജുദ്ദീൻ സലാഹിയുടെയും സംസാരങ്ങളിൽ നിങ്ങൾക്കത് കാണാം. എങ്ങനെയാണ് പത്തപിരിയം സംവാദം ഇവിടെ ഉണ്ടായത്, അതിന്റെ ചരിത്ര പശ്ചാത്തലം നമ്മളൊന്ന് മനസ്സിലാക്കണം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശധീരന്മാരായ ആളുകൾക്ക് നേരെ ഇല്ലാത്ത ശിർക്കാരോപണം നടത്തി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംഘടനയും അതുപോലെ തന്നെ അതിന്റെ ഔദ്യോഗിക സ്ഥാനങ്ങളും കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി ഇവിടെ ചില ആളുകൾ ജിന്നുകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ജിന്നുകളെ വിളിച്ചുകൊണ്ട് സഹായം ചോദിക്കുന്നുണ്ട്, അത് ശിർക്കല്ല എന്ന് പറയുന്നുണ്ട് എന്ന കള്ളപ്രചരണം മുജാഹിദുകൾക്കിടയിൽ വ്യാപകമായി നടത്തിയപ്പോ, ഇല്ല, ഇവിടെ ആരും ജിന്നുകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല, ജിന്നുകളോട് സഹായം തേടാൻ ആവശ്യപ്പെടുന്നില്ല, നേരെ മറിച്ച് ജിന്നുമായി കൊണ്ടുള്ള ബന്ധത്തിൽ മുൻഗാമികളായ ആളുകൾ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് മാത്രം ഞങ്ങൾ പറയുന്നു, പുതിയതായി കൊണ്ടൊരു അക്ഷരം പോലും ഞങ്ങൾ പറയുന്നില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും ഇല്ല, നിങ്ങൾക്കങ്ങനെ വാദമുണ്ടെന്ന് ആവർത്തിച്ചു പറഞ്ഞപ്പോ എങ്കിൽ നിങ്ങളത് തെളിയിക്കണമെന്ന് സംവാദത്തിലൂടെ ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് മലപ്പുറം ജില്ലയിലെ കക്കാടിനടുത്ത് വെച്ച് കോഴിച്ചനയിൽ ഒരു സംവാദം നടക്കുന്നത്. ഈയിടെയായി മടവൂർ വിഭാഗത്തിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കയറി വന്നു എന്ന് പറയപ്പെടുന്ന നാസിർ സുല്ലമിയുമായിട്ടായിരുന്നു ആ സംവാദം നടന്നത്. ആ സംവാദത്തിൽ ബഹുമാന്യനായ ഫൈസൽ മൗലവി ഉദ്ധരിച്ച ആയത്ത്, സൂറത്തുൽ അൻആമിലെ 128ാമത്തെ ആയത്ത് അദ്ദേഹം ഉദ്ധരിച്ചത് അത് ദുർവ്യാഖ്യാനമായിരുന്നു. ആ ദുർവ്യാഖ്യാനം വിശുദ്ധ ഖുർആനെ ദുർവ്യാഖ്യാനിച്ച് ജൂനിയർ കാന്തപുരമായി അദ്ദേഹം മാറിയിട്ടുണ്ട് എന്ന ഒരു ദുരാരോപണം സംവാദത്തിലെ പരാജയം മറച്ചുവെക്കാൻ വേണ്ടി ഇവിടെ ചില ആളുകൾ ഉന്നയിക്കുകയുണ്ടായി. എങ്കിൽ അത് ദുരാരോപണമെന്നല്ലെന്നും നേരെ മറിച്ച് മുൻഗാമികളായ ആളുകൾ നടത്തിയ വിശദീകരണം മാത്രമേ ഞാൻ നടത്തിയിട്ടുള്ളൂ എന്നും ഫൈസൽ മൗലവി ആവർത്തിച്ചു പറഞ്ഞു. ഞാനത് തെളിയിക്കുവാൻ തയ്യാറാണ് എന്നും അദ്ദേഹം കൃത്യമായി വിശദീകരിച്ചു. അങ്ങനെയാണ് ഫൈസൽ മൗലവി നടത്തിയത് ദുർവ്യാഖ്യാനമാണോ അല്ലേ, ഇസ്തിആനത്തും ബിൽ ജിന്നിൽ ശിർക്കല്ലാത്തതുണ്ടോ അല്ലേ എന്ന് തെളിയിക്കുന്നതായിരുന്നു യഥാർത്ഥത്തിൽ പത്തപിരിയത്ത് വെച്ചുകൊണ്ട് നടന്ന സംവാദം. ഇന്ന് CD ടവർ ആസ്ഥാനമായിക്കൊണ്ട് അല്ലെങ്കിൽ അത് കൈയടക്കി വെച്ചിരിക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള അബ്ദുറഹ്മാൻ സലഫിയുമായി കൊണ്ട് തന്നെയാണ് ആ സംവാദം നടന്നത്. അബ്ദുറഹ്മാൻ സലഫിയും ഫൈസൽ മൗലവിയും നടന്ന ആ സംവാദത്തിൽ മുജാഹിദുകൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷമുള്ള സംസാരങ്ങളിൽ നിങ്ങൾക്ക് തെളിഞ്ഞു കാണാം. പ്രധാനമായി കൊണ്ടും ഫൈസൽ മൗലവി ഖുർആൻ ദുർവ്യാഖ്യാനിച്ചു എന്ന ആരോപണം മാത്രമായിരുന്നു എന്നും നേരെ മറിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾക്ക് കട്ടുമുറിക്കുകയും അതിന് ദുർവ്യാഖ്യാനിക്കുകയും ചെയ്തതിന്റെ പരമ്പരകൾ അനവധി ഉന്നയിച്ചിട്ടും അതിനെ സംബന്ധിച്ചൊന്നും മിണ്ടാൻ കഴിയാതെ അവസാനം ആ സംവാദത്തോടുകൂടി ഖുർആൻ ദുർവ്യാഖ്യാനമെന്ന ആരോപണം അവിടെ ഇല്ലാതെയായി തീർന്ന ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മാത്രവുമല്ല, ഇസ്തിആനത്തും ബിൽ ജിന്നിൽ മുഴുവൻ ശിർക്കല്ല എന്നും വസീലത്തു ഇല ശിർക്ക് അഥവാ ശിർക്കിലേക്ക് പോകുന്ന മാർഗമാണ് അതിലുണ്ടെന്നും കൃത്യമായി ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫി തന്നെ ആലു ഷേഖിന്റെ ഫത്വ ഉദ്ധരിച്ചുകൊണ്ട് വായിക്കുന്ന രംഗവും നമ്മൾ പത്തപിരിയത്ത് കാണുകയുണ്ടായി. ഒരുപക്ഷെ സാധാരണക്കാരായ ആളുകൾക്ക് ഇതൊന്നും അറിഞ്ഞെന്ന് വരില്ല. ഈ വസീലത്തുന്നില്ല ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് ഈയിടെയായിക്കൊണ്ട് ചില ആളുകൾ ജിന്നിനോട് സഹായം ചോദിക്കാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയ ഒന്നാണെന്നും
അത് ഇതുവരെ മുജാഹിദുകൾക്ക് കേട്ട് പരിചയമില്ലാത്തതാണെന്നും ചില ആളുകൾ ഇവിടെ നാടുനീളെ പ്രചരിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സഹോദരങ്ങളെ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എഴുതപ്പെട്ട ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കൃത്യമായി, എന്തിനധികം സൗദി അറേബ്യയിൽ അറിയപ്പെട്ട പണ്ഡിത സഭയായ ലജ്നത്തു ദായിമയുടെ ഫത്വ തന്നെ പരിശോധിച്ചാൽ ഈ വിഷയത്തിൽ കൃത്യമായി വെളിച്ചം നമുക്ക് ലഭിക്കും. അതൊരു പുത്തൻവാദമല്ല. ആ പുത്തൻവാദമാണ് എന്നതാണ് യഥാർത്ഥത്തിൽ പുത്തൻവാദമായി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സംവാദത്തിന്റെ വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് മാരിബിന് ശേഷം നിങ്ങൾക്ക് കാണാം. അതിനുശേഷം ഈ കഴിഞ്ഞ മാർച്ച് 1-8 തീയതികളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് 2002 ഇതിൽ നിന്ന് പിരിഞ്ഞുപോയ ചില ആളുകൾ ഉണ്ടായിരുന്നു. ബഹുമാനനായ ഹുസൈൻ മടവൂരിന്റെ നേതൃത്വത്തിൽ ചില ആളുകൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് കൂടൊഴിഞ്ഞു പോവുകയും വേറെ ഒരു സംഘടന തന്നെ രൂപീകരിച്ചുകൊണ്ട് മർക്കസുദ്ദഅവ ആസ്ഥാനമായി കൊണ്ട് അവർ പ്രവർത്തിക്കുകയും ചെയ്തു. തുടക്കത്തിൽ തന്നെ ഹദീസുകളോട് ഒരു പുച്ഛമനോഭാവം സ്വീകരിച്ചിരുന്ന ആളുകൾ അവസാനം പച്ചയായ ഹദീസ് നിഷേധത്തിലേക്ക് കൂപ്പുകുത്തിയ കാഴ്ച മുജാഹിദുകൾ വേദനയോടുകൂടി കണ്ടുനിന്ന സന്ദർഭത്തിലാണ് ഈ നന്ദി സംവാദം രൂപം പ്രാപിക്കുന്നത്. 2 ദിവസങ്ങളിലായി നടന്ന സംവാദം, അഥവാ മാർച്ച് 1-8 തീയതികൾ നടന്ന സംവാദത്തിൽ മടവൂർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരുടെ നേതാക്കന്മാർ എഴുതിവിട്ടിട്ടുള്ള അല്ലെങ്കിൽ അവർ പ്രചരിപ്പിച്ചിട്ടുള്ള നിരവധി ഹദീസ് നിഷേധങ്ങളും അതുപോലെ തന്നെ ഖുർആൻ ദുർവ്യാഖ്യാനങ്ങളും മാത്രമല്ല, അള്ളാഹുവിന്റെ ഖുർആനിന്റെ പേരിൽ അള്ളാഹു പറഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ അള്ളാഹു ഖുർആനിൽ വിശദീകരിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിൽ വരെ കച്ചുകെട്ടി പറഞ്ഞ് കളവ് പറയുന്നത് വരെ ആ സംവാദത്തിൽ കൃത്യമായി കൊണ്ട് പിടിക്കപ്പെടുകയുണ്ടായി. അഥവാ വിശ്വാസവും സൽക്കർമ്മവും ഉള്ളവനാണെങ്കിൽ അവന് സംഗീതം അഥവാ സംഗീതോപകരണങ്ങൾ അനുവദനീയമാണെന്ന് വിശുദ്ധ ഖുർആനിലുണ്ടെന്ന ഒരു ലേഖനം ഔദ്യോഗികമായി കൊണ്ട് അവർ പ്രസിദ്ധീകരിച്ചു. നമ്മൾ ചോദിച്ചു, അങ്ങനെ ഒരു ആയത്ത് അള്ളാഹുവിന്റെ ഖുർആൻ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? 1-ാം തീയതി നടന്ന സംവാദത്തിൽ അവർ പറഞ്ഞു, അവരൊന്നും ഉത്തരം പറഞ്ഞില്ല. 2-ാമത് 8-ാം തീയതി നടന്ന സംവാദത്തിൽ അവർ പറഞ്ഞു, സൂറത്ത് ശുറാന്റെ അവസാന ഭാഗത്ത് 4 ആയത്തുകളിൽ ഈ കാര്യമുണ്ട്. ചെറിയ മുണ്ടും അതുപോലെ തന്നെ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരും എഴുതിയ ഖുർആൻ പരിഭാഷയിൽ സൂറത്ത് ശുറാന്റെ അവസാന ഭാഗത്തുള്ള 4 ആയത്തുകളിൽ ഇത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ബഹുമാന്യരായ മുജാഹിദ് പ്രവർത്തകന്മാരെ, നാട്ടുകാരെ, നിങ്ങൾ സൂറത്ത് ശുറാന്റെ അവസാന ഭാഗത്തുള്ള തഫ്സീർ പരിശോധിക്കണം. വിശ്വാസവും സൽക്കർമ്മവുമുള്ള മനുഷ്യന് സംഗീതം അനുവദനീയമാണെന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അള്ളാഹു ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ചെറിയ മുണ്ടവും അതുപോലെ തന്നെ പറപ്പൂരും എഴുതിയ പരിഭാഷയിലും സംഗീതമെന്ന് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് കവികളെ സംബന്ധിച്ചാണ്, അഥവാ ഇസ്ലാമിനെതിരെ ആക്ഷേപം ഉന്നയിച്ചിരുന്ന കവികളെ സംബന്ധിച്ചും അതുപോലെ തന്നെ തോന്നിവാസത്തിന്റെ പാട്ടുകൾ പാടി നടക്കുന്ന കവികളെ സംബന്ധിച്ചുമാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ ഒരിക്കലും തന്നെ അതിൽ സംഗീതത്തെ സംബന്ധിച്ച് പരാമർശമില്ല. അത് അള്ളാഹുവിന്റെ പേരിൽ പറഞ്ഞ കളവായിരുന്നു. അത് നന്ദി സംവാദത്തിലൂടെ പുറത്തു വരികയാണ്. അതുപോലെ തന്നെ സഹാബിമാരായ ആളുകൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരുടെ വീട്ടിൽ അതിഥികൾ വന്നാൽ ഹാർമോണിയം കൊണ്ട് അവർ പാട്ട് പാടാറുണ്ടായിരുന്നു എന്ന് സഹീഹ് ബുഖാരിയിലുണ്ട്. എന്ന ഇമാം ബുഖാരിയുടെ പേരിൽ ഒരു കളവ് എഴുതിവിടുകയും എന്നിട്ട് ആ കളവിന്റെ പിൻബലത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളെ കൊണ്ട് സംഗീതം ആലപിപ്പിക്കുകയും അതിന്റെ ഉപകരണങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വേദനാജനകമായ ഒരു കാഴ്ച ഇവിടെ കാണുകയുണ്ടായി. നമ്മൾ സംവാദത്തിൽ കൃത്യമായി കൊണ്ട് ചോദിച്ചു, സഹാബത്തിന്റെ വീട്ടിൽ അതിഥികൾ വന്നാൽ ഹാർമോണിയം കൊണ്ട് പാട്ട് പാടാറുണ്ട് നിങ്ങൾ ബുഖാരിയുടെ പേരിൽ എഴുതിവിട്ടു, ഏതാണ് ഹദീസ്? അവർ പറഞ്ഞു, ഞങ്ങൾ ഹദീസ് അടുത്ത ആഴ്ച പറഞ്ഞു തരാം. അടുത്ത ആഴ്ച വന്നപ്പോൾ ബുഖാരിയിലെ കിതാബുൻ നിക്കാഹിൽ ഒരു ഹദീസ് അവർ എടുത്തു കാണിക്കുകയുണ്ടായി. എന്താണ് സഹോദരങ്ങൾ അതിലുള്ളത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് മുമ്പുള്ള ജാഹിലിയ കാലഘട്ടത്തിൽ നടന്ന 11 സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു സംസാരം. ആ സംസാരം ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ധരിച്ചു കൊടുക്കുന്നതാണ് സംഭവം. അതിൽ 10ാമത്തെ സ്ത്രീ പറയുകയാണ്, എന്റെ ഭർത്താവിന്റെ പേര് മാലിക് എന്നാണ്. ആ ഭർത്താവിന്റെ വീട്ടിലേക്ക് അതിഥികൾ വന്നാൽ അവര് ഹാർമോണിയം കൊണ്ടും കള്ളുകൊണ്ടുമൊക്കെ അവർ സ്വീകരിക്കും. അങ്ങനെ കള്ള് കൊടുത്ത് ഹാർമോണിയം കൊണ്ട് പാട്ടുപാടി അവരെ സ്വീകരിക്കാറുണ്ട്. ഈ ഹാർമോണിയത്തിന്റെയും അതുപോലെ തന്നെ സംഗീതോപകരണത്തിന്റെയും ശബ്ദം കേൾക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ള ഒട്ടകങ്ങൾ മനസ്സിലാക്കും ഞങ്ങളുടെ കഥ കഴിഞ്ഞു എന്ന്. ഇതാണ് ഹദീസിൽ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ ഇതാണുള്ളത്.
ഇതിലൊരിക്കലും സഹാബത്തിന്റെ പരാമർശമില്ല. സഹാബത്ത് അവരുടെ വീടുകളിലേക്ക് അതിഥികൾ വന്നാൽ ഹാർമോണി ഉപയോഗിച്ച് പാട്ടുപാടുമെന്നില്ല. നേരെ മറിച്ച് പ്രവാചകന്റെ കാലത്തിന് മുമ്പുള്ള ജാഹിലിയ കാലഘട്ടത്തിൽ കള്ള് മദ്യം വ്യാപകമായി ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ അന്ന് നടന്ന ഒരു സംഭവം പ്രവാചകൻ എടുത്തുദ്ധരിച്ചതാണ്. അതല്ലാതെ സഹാബത്ത് ഒരിക്കലും അങ്ങനെ പാട്ടുപാടിയിട്ടില്ല. നിങ്ങൾ നോക്കൂ, അള്ളാഹുന്റെ സഹാബത്തിന്റെ പേരിൽ കളവ് പറയുകയാണ്. എന്തിനു വേണ്ടി? സംഗീതം ഉപയോഗിക്കാൻ വേണ്ടി. അവസാനം ഇക്കഴിഞ്ഞ 25-ാം തീയതി ആ സംവാദത്തിന്റെ വിശദീകരണം എന്ന രീതിയിൽ ഖുർആൻ നിഷേധികൾ വിട്ടിലായ നന്ദി സംവാദം എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായി നോട്ടീസ് ഇറക്കി നടത്തിയ പരിപാടിയിൽ സഹോദരങ്ങളെ, ക്ലിപ്പ് നിങ്ങൾക്ക് ഇൻഷാഅല്ലാഹ് ശേഷം കേൾക്കാം. മടവൂർ വിഭാഗത്തിന്റെ ഏറ്റവും പ്രഗത്ഭനായ ആ സംവാദത്തിൽ പോലും പങ്കെടുത്ത അസീസ് മദനി എന്ന് പറയുന്ന അയാൾ പറഞ്ഞൊരു വാചകമുണ്ട്. എന്തെന്നറിയുമോ? 2 മണിക്കൂർ തൗഹീദ് പ്രഭാഷണം നടത്തുന്നതിനേക്കാൾ 2 മണിക്കൂർ മൈക്ക് കെട്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ തൗഹീദ് പ്രഭാഷണം നടത്തുന്നതിനേക്കാൾ കൂടുതൽ ആളുകളിൽ സ്വാധീനം ചെലുത്തുക 5 മിനിറ്റ് മ്യൂസിക് ഉപയോഗിച്ചുകൊണ്ടൊരു മനുഷ്യൻ പാട്ടുപാടിയാൽ അതാണ് 2 മണിക്കൂർ തൗഹീദ് പ്രഭാഷണത്തെക്കാൾ കൂടുതൽ ആളുകളിൽ സ്വാധീനം ചെലുത്തുക എന്നിവരെ പറഞ്ഞു വച്ചു ഇവർ. ഇൻഷാ അല്ലാഹ് അതിന്റെ ക്ലിപ്പ് നിങ്ങൾക്ക് മരിവിന് ശേഷം കേൾക്കാം. നോക്കൂ നിങ്ങൾ, എത്രമാത്രം അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ ഇവർ കളവുകളും അതുപോലെ തന്നെ നിഷേധങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നന്ദി സംവാദത്തിൽ അവർ നിഷേധിച്ചിട്ടുള്ള 17ഓളം വിഷയങ്ങൾ, 17ഓളം ഹദീസുകളല്ല, 17ഓളം വിഷയങ്ങൾ നമ്മൾ എടുത്തുതിരിച്ചു. ഒന്നിനു പോലും കൃത്യമായി മറുപടി പറയാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. നരകത്തിന് മുകളിൽ സിറാത്ത് പാലമുണ്ട് എന്ന് കൃത്യമായി കൊണ്ട് ബുഖാരി അടക്കമുള്ള ഹദീസിന്റെ കിതാബുകൾ വന്നതാണ്. പക്ഷേ സിറാത്ത് പാലം ഇല്ല എന്നിവർ കൃത്യമായി കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. പച്ചയായ ഹദീസ് നിഷേധമാണത്. അതുപോലെ തന്നെ സിഹിറിന് യാഥാർത്ഥ്യമുണ്ടെന്ന് ബുഖാരി അടക്കമുള്ള വിശുദ്ധ ഖുർആനിൽ സൂചനയുള്ള അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ബുഖാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ കൃത്യമായി കൊണ്ട് പറഞ്ഞ കാര്യങ്ങളിൽ വന്ന ഹദീസുകളെ നൂറുകണക്കിന് ഹദീസുകൾ നിഷേധിക്കുന്നു. ഇങ്ങനെ നിരവധി ഹദീസുകളിൽ ഖബർ ശിക്ഷയുണ്ടെന്നും ആ ശിക്ഷ ശാരീരികവും ആത്മീയവുമായിരിക്കുമെന്ന കൃത്യമായ പ്രമാണങ്ങളെ തള്ളി, നേരെ മറിച്ച് ഖബർ ശിക്ഷയുണ്ടെങ്കിൽ അത് ഒരിക്കലും ശാരീരികമായിരിക്കില്ല, ആത്മീയമായിരിക്കുമെന്ന് പറഞ്ഞ് ഖബർ ശിക്ഷയെ തന്നെ തള്ളുകയാണ്. എന്നിട്ട് അവസാനം ഞാൻ എഴുതിയ ലേഖനത്തിന്റെ തലയും വാലും മുറിച്ചുകൊണ്ട് ആ സംവാദം നിർത്തിവെപ്പിക്കുവാനാണ് മടവൂർ വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാർ ശ്രമിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് വിശദാംശം നിങ്ങൾ മരിവിന് ശേഷം കേൾക്കും. അപ്പൊ ചുരുക്കത്തിൽ സഹോദരങ്ങളെ, എന്തുകൊണ്ടും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ വ്യത്യസ്തമായ 2 സംവാദങ്ങളാണ് പത്തപരിയത്തും നന്ദിയിലും നടന്നിട്ടുള്ള സംവാദങ്ങൾ. മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ശിർക്ക് ആരോപിക്കുകയും ഈ 2 കൂട്ടം ആളുകളും പറഞ്ഞു, 2002 നിന്ന് പിരിഞ്ഞുപോയ ആളുകൾ പറഞ്ഞു നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ 2012 ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം തെറ്റിപ്പോയ ആളുകളും പറഞ്ഞു നിങ്ങളും ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. ഇല്ല സഹോദരങ്ങളെ, ഈ ശിർക്ക് ആരോപിച്ചവരാണ് യഥാർത്ഥത്തിൽ ശിർക്കിലേക്ക് എത്തിപ്പെട്ടത് എന്നൊരു ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അഥവാ അബോധികമായി കൊണ്ട് സഹായിക്കുവാനുള്ള ശക്തി അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന് മാറി ജിന്നുകളുടെയും മലക്കുകളുടെയും കഴിവുകൾ അബോധികമാണെന്ന് പറയുകയും അതിലൂടെ കൃത്യമായി കൊണ്ട് ശിർക്കിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. അതേപോലെ തന്നെ 2012 പിരിഞ്ഞുപോയ ആളുകൾ അവരുടെ ഒരു സംസ്ഥാന സെക്രട്ടറി ഹൈന്ദവ ആചാരപ്രകാരമുള്ള നിലവിളക്കിന് വരെ തിരികൊളുത്തുന്ന അവസ്ഥയിലേക്ക് വരെ പച്ചയായി ശിർക്കിന്റെ അവസ്ഥയിലേക്ക് വരെ അവർ എത്തിച്ചേർന്നു എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെയൊക്കെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് മഗ്‌രിബിന് ശേഷം ഇവിടെയുള്ള സംസാരങ്ങളിൽ നിങ്ങൾക്കെല്ലാവർക്കും കേൾക്കാം. അതുകൊണ്ട് എല്ലാ ആളുകളും മഗ്‌രിബിന് ശേഷമുള്ള പരിപാടിയിൽ കൃത്യമായി സംബന്ധിക്കണമെന്നും സത്യമായി മനസ്സിലാക്കി അതിൽ കൊണ്ട് ജീവിക്കുവാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണമെന്നും ആമുഖമായി ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد الذي بلغ الرسالة وأدى الأمانة ونصح الأمة وكشف الله به الغمة وعلى آله وصحبه والذين تبعوهم بإحسان إلى يوم الدين. أما بعد.
അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലിഹി ദാലികും വസാഖും ബിഹി ലഅല്ലകും തത്തഖൂൻ. വേദിയിലുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, മോങ്ങത്ത് സംഘടിപ്പിക്കപ്പെട്ട ഈ ദഅ്വാ സമ്മേളനം ഇസ്ലാമിക പ്രബോധന രംഗത്ത് മുജാഹിദുകൾ പതിറ്റാണ്ടുകളായി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് കേരളത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പ്രദേശങ്ങളിലും ജില്ലകളിലും മണ്ഡലങ്ങളിലും നിരന്തരമായി വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പൂർവികരായ നമ്മുടെ മാതൃകാ പുരുഷന്മാർ ആ രണ്ട് പ്രമാണങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി ജീവിതത്തെ രൂപപ്പെടുത്തിയത് എങ്ങനെയാണ് എന്ന് പരിശോധിച്ചുകൊണ്ട് ആ യഥാർത്ഥ സന്ദേശം മനുഷ്യ തലമുറക്ക് കൈമാറുക എന്ന കൃത്യനിർവഹണം അത്യുത്സാഹത്തോടുകൂടി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്കുള്ള ക്ഷണവും പ്രബോധനവും ലോകത്തിന്റെ അവസാനം വരെയും നശിച്ചു പോവുകയില്ല എന്നത് അള്ളാഹുവിന്റെ ഒരു വാഗ്ദാനമാണ്. മനുഷ്യ ലോകത്തിന്റെ രക്ഷക്കായി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഈ ദീൻ, ആ ദീനിനെ നിലനിർത്തുന്ന പ്രമാണങ്ങൾ പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രതിബന്ധങ്ങളും പ്രതിലോമ പ്രവർത്തനങ്ങളും ശത്രുതാപരമായ സമീപനങ്ങളുമൊക്കെ പ്രബോധന രംഗത്ത് നേരിടേണ്ടി വരുമെങ്കിലും എക്കാലത്തും ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങൾ ഈ ലോകത്ത് നിലനിൽക്കും. അങ്ങനെ ആത്മാർത്ഥമായ പരിശ്രമങ്ങളെയും പ്രവർത്തനങ്ങളെയും എളുപ്പമാക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും യഥാർത്ഥ സന്ദേശങ്ങൾ മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുവാനുള്ള ഉദ്യമങ്ങളെ അത് പടച്ചതമ്പുരാൻ കൈവിടുകയില്ല എന്നതിന് ഏറ്റവും വ്യക്തമായ ഉദാഹരണങ്ങളാണ് ഇന്ന് കേരളക്കരയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദഅ്വാ പ്രവർത്തനങ്ങൾ. വിദ്യാർത്ഥികൾക്കിടയിലും യുവജനങ്ങൾക്കിടയിലും മുതിർന്ന ആളുകൾക്കിടയിലും സ്ത്രീകൾക്കിടയിലും പലതരത്തിലുള്ള ഇസ്ലാമിനെ, അതിന്റെ സന്ദേശങ്ങളെ മനസ്സിലാക്കാൻ, തൗഹീദിനെ കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, ഏകദൈവ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച്, അഖീദ സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ച്, വിശുദ്ധ ഖുർആന്റെ അത്ഭുതങ്ങളെയും അതിന്റെ സവിശേഷതകളെയും അതുമായി മുസ്ലിമിന്റെ ജീവിതത്തെയും സംബന്ധിച്ച് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പല വിധത്തിലുള്ള ചർച്ചകളും നിരന്തരമായ പ്രവർത്തനങ്ങളുമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇസ്ലാമിക രംഗത്ത് ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സമാധാനം നൽകുന്ന വിധത്തിലുള്ള റിസൾട്ട് അല്ലെങ്കിൽ ഫലം ഈ ദഅ്വാ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് എന്ന് സമീപകാല സംഭവങ്ങൾ നോക്കിക്കാണുന്ന ഞങ്ങൾക്ക് ആശ്വാസം പകരുന്ന കാര്യമാണ്. എല്ലാ വിഭാഗം ജനങ്ങളും അല്പം താല്പര്യത്തോടുകൂടി നോക്കിക്കണ്ടിരുന്ന ഒരു ദഅവത്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദഅവത്ത്. ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ വളച്ചുകെട്ടില്ലാത്ത സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുകയും നിനക്ക് സന്ദേശമായി ലഭിച്ചിട്ടുള്ള സത്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞോ. അവിവേകവുമായി തടസ്സമുണ്ടാക്കാൻ വരുന്ന ആളുകളെ അവഗണിക്ക്. അവരെ കാത്തിരുന്ന് അവരെ പേടിച്ച് നിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് അത് തടസ്സമാകണ്ട, കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ തുറന്നു പറഞ്ഞോ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കപ്പെട്ടതുപോലെ ആ
ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥമായ ഹക്ക് ജനങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞപ്പോൾ പരമ്പരാഗത മുസ്ലിം പാരമ്പര്യം അവകാശപ്പെട്ടിരുന്ന വിഭാഗങ്ങൾ, അവർ തന്നെ പല വിഭാഗങ്ങളാണെങ്കിലും ഒറ്റക്കെട്ടായി മുജാഹിദ് പ്രസ്ഥാനത്തെ അവർ എതിർത്തു. പുത്തൻവാദികളെന്നും പുതിയ സിദ്ധാന്തക്കാരെന്നും പരിഷ്കരണവാദികളെന്നും ഇതുവരെയും നമ്മുടെ കാരണവന്മാർക്കും പൂർവ്വപിതാക്കന്മാർക്കും പരിചയമില്ലാത്ത സന്ദേശങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ വിളമ്പുന്നവരാണെന്നുമൊക്കെ കടുത്ത ആക്ഷേപങ്ങൾ അവർ പറഞ്ഞു പരത്തി. അവിടെയൊന്നും മുജാഹിദുകൾക്ക് യാതൊരു വിഷമവും ഉണ്ടായില്ല. പ്രമാണങ്ങളെ അതിജയിക്കുവാൻ ഈ ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾക്കായില്ല. പ്രമാണങ്ങളുടെ മുമ്പിൽ അവർ പരാജയപ്പെടുകയും പലയിടത്തും കയ്യേറ്റങ്ങൾക്കും അതിക്രമങ്ങൾക്കും അക്രമങ്ങൾക്കും ഒക്കെ അവർ മുതിരുകയും ഒക്കെ ചെയ്ത സംഭവം ഈ നാട്ടിൽ മറന്നുപോകാറായിട്ടില്ല. അതുപോലെ ഇസ്ലാമിന്റെ ഏറ്റവും സമുന്നതമായ മുഖം, സമൂർദ്ധമായ മുഖം, സമ്പൂർണമായ രൂപം അത് ഞങ്ങളുടെ കൈവശമാണുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള മതം അത് ഒരു വിഭാഗം അള്ളാഹുവിനും മറ്റൊരു വിഭാഗം സീസറിനുമാണ്. അതുകൊണ്ട് മതത്തിൽ അല്പസ്വല്പം ഭാഗങ്ങൾ വിശ്വസിക്കുകയും വലിയ ഒരു വിഭാഗം അവിശ്വസിക്കുകയും ചെയ്യുന്ന ഖുർആൻ ആക്ഷേപിച്ച വിഭാഗത്തിൽപ്പെട്ടവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് പള്ളിയിൽ ഒരു ദീനാണെങ്കിൽ റോട്ടിലിറങ്ങിയാൽ വേറൊരു ദീനാണ് എന്ന് ആക്ഷേപിച്ച് നടന്നിരുന്ന ജമാഅത്തെ ഇസ്ലാമി സുഹൃത്തുക്കൾ അവര് പറഞ്ഞു, ഇസ്ലാമിന്റെ പൂർണ്ണമായ രൂപം മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുവാനാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. അതിനായി ഒരുപാട് സാഹിത്യങ്ങളുടെ പരമ്പര, ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങളുടെ നീണ്ട പരമ്പര ഈ കേരളത്തിൽ അവർ അടിച്ച് വിതരണം ചെയ്തു. സൈദ്ധാന്തികമായി ഇസ്ലാമിനെ അവതരിപ്പിക്കുന്ന, ഇസ്ലാമിന്റെ സമ്പൂർണമായ രൂപത്തെ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആളുകളാണ് എന്ന് പറയുന്നവർ അവരിപ്പോഴെവിടെയാണ്? സഹോദരന്മാരെ, സമകാലീന സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ അവരെവിടെ എത്തി എന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇസ്ലാമിന്റെ ആ ഇസ്ലാമികമായ ഭരണക്രമത്തോടും പടച്ചവന്റെ ദീനിനോടും യോജിക്കാത്ത ഏതെല്ലാം അനിസ്ലാമികമായ ഭരണകൂടങ്ങളും സിദ്ധാന്തങ്ങളുമുണ്ടോ അവയുമായി യോജിപ്പോ രാജിയോ ആ സിദ്ധാന്തങ്ങൾ സ്വീകരിച്ചുകൊണ്ടുള്ള വോട്ട് രേഖപ്പെടുത്തലോ അത് ജമാഅത്തെ ഇസ്ലാമിക്ക് അന്യമാണ് എന്ന് വ്യക്തമായി എഴുതുകയും പ്രസംഗിക്കുകയും പ്രബോധനം നടത്തുകയും ചെയ്തിരുന്ന ആളുകൾ ഇന്ന് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യ രീതിയിൽ നടക്കുന്ന സമരങ്ങളിൽ മുഴുവനും ആഭാസകരമായ സമരങ്ങൾ വരെ 19, 20, 22 വയസ്സുള്ള പെൺകുട്ടികളെ വരെ മണ്ണ് മാന്തി അതിൽ കുഴിച്ചിട്ടുകൊണ്ട് പ്രതിഷേധം നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ചിത്രമാണ് നമ്മൾ ഇന്ന് കണ്ടുവരുന്നത്. ഞാൻ കുറെ കാലമായി കുവൈത്തിലാണ് ജീവിക്കുന്നത്. കുവൈത്തിൽ വെൽഫെയർ പാർട്ടിയുടെ ഒരു ഉദ്ഘാടനം എന്ന നിലയ്ക്ക് അവർ സംഘടിപ്പിച്ച പരിപാടിയിൽ അതാ കോഴിക്കോട്ടുകാരിയായ ഒരു പാട്ടുകാരി, ഒരു ഇന്ദുലേഖ എന്ന് പറയുന്ന പാട്ടുകാരി വന്ന് സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിൽ വലിയ പാട്ട് കച്ചേരി നടത്തുന്നു. ആളുകൾ കൂടട്ടെ, ആളുകൾ വരട്ടെ, പാട്ട് കേൾക്കാൻ ഒരുപാട് ചെറുപ്പക്കാരെ കിട്ടും. അതുകൊണ്ട് പാട്ട് പാടി, തബലമുട്ടി, ഹാർമോണിയം വായിച്ച്, സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ വികാരങ്ങളെ ഇക്കിളിപ്പെടുത്തി വെൽഫെയർ പാർട്ടി ഉദ്ഘാടനം ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ ചിത്രമാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ വേറെ പല അവാന്തര വിഭാഗങ്ങളും മുസ്ലിം സമുദായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മുജാഹിദുകൾ വിശുദ്ധ ഖുർആൻ എന്താണ് പറയുന്നത്, തിരുസുന്നത്ത് എന്താണ് പറയുന്നത്, പ്രമാണങ്ങൾ എന്താണ് പറയുന്നത്, അത് ആളുകളോട് പറഞ്ഞു. അങ്ങനെ വളരെ സുഗമമായ രൂപത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് വരുമ്പോൾ പല ആളുകളും ഇത് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ രംഗത്തേക്ക് കടന്നു വരികയും ചെയ്തു. എന്നാൽ നിർഭാഗ്യകരെന്ന് പറയട്ടെ, ഉണ്ടായിത്തീർന്ന ഒരു ഭിന്നിപ്പും അതിനുശേഷം ഉണ്ടാക്കി തീർത്ത ഒരു ഭിന്നിപ്പും, ഇത് രണ്ടും വ്യത്യസ്തമാണ്. ഉണ്ടായിത്തീർന്ന ഒരു ഭിന്നിപ്പുണ്ട്, ഉണ്ടാക്കി തീർത്ത ഒരു ഭിന്നിപ്പുണ്ട്. എന്താണ് ഉണ്ടായിത്തീർന്ന ഭിന്നിപ്പ്? ഇവിടെ ധാരാളക്കണക്കിന് ഖണ്ഡന മണ്ഡന പ്രസംഗങ്ങളും
തൗഹീദി പ്രഭാഷണങ്ങളും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ധാരാളക്കണക്കിന് പ്രബോധന പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം എത്ര കാലമായി നമ്മൾ പറയുന്നു. ഇതിനൊക്കെ പഴക്കം ബാധിച്ചില്ലേ? അതൊക്കെ പഴഞ്ചനല്ലേ? എന്തുകൊണ്ടൊരു പുതിയ രീതി, ലോകത്തുള്ള പല രൂപത്തിലുള്ള ഇസ്ലാമിക ചലനങ്ങളെയും ശ്രദ്ധിച്ചുകൊണ്ട് എന്തൊരു പുതിയ രീതി നമുക്ക് സ്വീകരിച്ചുകൂടാ എന്ന ചിന്ത, ലേഖനങ്ങൾ, പ്രസംഗങ്ങൾ, ലഘുലേഖകൾ, അങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ യുവനിരയിൽ അത് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി, പ്രസിദ്ധീകരണങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ആ സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ പണ്ഡിതന്മാരുടെ മുമ്പിൽ അത് വളരെ വ്യക്തമായി ഉണർത്തപ്പെട്ടു. 97 പിലാത്തറ സമ്മേളനത്തിന് വന്ന അറബി അതിഥികൾ, അത് മോങ്ങത്ത് വെച്ച് തന്നെ ഞാൻ പറയുന്നത്, മോങ്ങത്തുള്ള ആളുകൾ അതിന് സാക്ഷിയാണ് എന്ന നിലക്കാണ്. 97 പിലാത്തറ മുജാഹിദ് സമ്മേളനത്തിന്റെ പ്രമുഖ അതിഥികളായി വിദേശത്ത് നിന്നെത്തിയ അറബികൾ കേരള നദൂത്തുൽ മുജാഹിദിന്റെ പ്രമുഖരായ നേതാക്കന്മാരെ മുമ്പിലിരുത്തി സംസാരിക്കുന്നത്, നിങ്ങളുടെ സംഘടനയിൽ വളരെ അപകടകരമായ നിലക്കുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട്, അതിന്റെ ലക്ഷണങ്ങൾ നിങ്ങളെക്കാൾ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളെയും ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളെയും നിങ്ങൾ കരുതിയിരിക്കണം, അവരെ സംഘടനയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നതും സംഘടനയുടെ നിയന്ത്രണങ്ങൾ അവരെ ഏൽപ്പിക്കുന്നതും നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മണിക്കൂറുകൾ ഇരുന്നു കൊണ്ട് സംസാരിച്ചതിന് ഈ മോങ്ങത്തുകാർ സാക്ഷിയാണ്. അത് വർദ്ധിച്ചു വളർന്ന് 2002 ഇത് രണ്ടായി പിളർന്നു. അല്ലെങ്കിൽ മറ്റൊരു നദുവത്തുൽ മുജാഹിദീൻ ഉണ്ടാക്കി, നേരത്തെ ഉണ്ടായിരുന്ന നദുവത്തുൽ മുജാഹിദിന്റെ നേതാക്കന്മാരെയൊക്കെ പുറത്താക്കി, ഞങ്ങളാണ് എതിർത്ത നദുവത്തുൽ മുജാഹിദിന്റെ ആളുകൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ബാങ്കിൽ ചെന്നു. അക്കൗണ്ടുകൾ ഇനി ഓപ്പറേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അതിന് ഞങ്ങളാണ്, നേരെ മറിച്ച് മുജാഹിദ് സെന്ററിൽ നിന്ന് വരുന്ന ചെക്കുകൾ നിങ്ങൾ മാറിക്കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്കിൽ നമ്മുടെ ചില സുഹൃത്തുക്കൾ എത്തി. ഏകദേശം ഒരു 5-6 മാസം വിദേശത്ത് നിന്ന് നമ്മുടെ അനാഥ മക്കൾക്കും പള്ളി നിർമ്മാണത്തിനുമൊക്കെ വരുന്ന പണം അത് ബാങ്ക് അക്കൗണ്ടിൽ മരവിച്ചു കിടന്നു. പുതിയ സംഘടനയുണ്ടായി, മറ്റുള്ളവരെയൊക്കെ ഞങ്ങൾ പുറത്താക്കിയിരിക്കുന്നു എന്ന സ്റ്റേറ്റ്മെന്റ് ബാങ്ക് മാനേജർക്ക് കൊടുത്തുകൊണ്ട് സംഘടനയുടെ ഔദ്യോഗികമായ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നു. അങ്ങനെ അല്പസ്വല്പം ബുദ്ധിമുട്ടുകളൊക്കെ സംഘടനക്കുണ്ടായി. പക്ഷെ അങ്ങനെ ഒരു പിളർപ്പ് വരുന്നതിന് മുമ്പ് ത്വാത്വികമായി ഇസ്ലാഹി പ്രബോധനം രംഗത്ത് ഉണ്ടായിരുന്ന അതിന്റെ രീതികളും മാർഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായ പ്രവണതകൾ വളരെ വ്യക്തമായി അവരുമായി ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ച പല ഘട്ടങ്ങളിലായി പല സന്ദർഭങ്ങളിലായി നടന്നതിൽ ചിലതിലൊക്കെ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. ജാമിയ സലഫിയിൽ വെച്ച് നടന്ന ചില പണ്ഡിതന്മാരൊക്കെ വിധികർത്താക്കളായി നിശ്ചയിച്ചുകൊണ്ട് രണ്ടു കൂട്ടരുടെയും അഭിപ്രായങ്ങൾ സമർപ്പിച്ച് അതിലേതാണ് ഖുർആനിനോടും സുന്നത്തിനോടും യോജിച്ചത് എന്ന് വിശദീകരിക്കുന്ന ഒരു പരിപാടിയിൽ ഞാൻ സംബന്ധിച്ചിരുന്നു. ജനാബ് ഉമർ മൗലവി അതിൽ സംബന്ധിച്ചിരുന്നു, AP അബ്ദുൽ ഖാദർ മൗലവി ഉണ്ട്, CP ഉമർ സുല്ലമി ഉണ്ട്, NV അബ്ദുറഹ്മാൻ ഉണ്ട്, അങ്ങനെ പ്രഗത്ഭരായ ആളുകളൊക്കെ ഉണ്ട്. അതുപോലെ പിന്നീട് രണ്ട് വിഭാഗവും തമ്മിൽ വളരെ പ്രകടമായ അഭിപ്രായ ഭിന്നതയുണ്ടായപ്പോൾ അത് പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്ന് തന്നെ ആക്ഷേപത്തിന് വിധേയമായ ആളുകൾ ആവശ്യപ്പെട്ടപ്പോൾ എന്നാൽ അങ്ങനെ ചെയ്യാം എന്ന് സംഘടന സമ്മതിക്കുകയും അങ്ങനെ മദീനത്തുല്ലും അറബി കോളേജിന്റെ ലൈബ്രറി ഹാളിൽ രണ്ട് പക്ഷത്തുള്ള ആളുകളും ഒരുമിച്ച് കൂടി മണിക്കൂറുകൾ നീണ്ടുനിന്ന ചർച്ചകൾ പരസ്പരം നടത്തി. ആ ചർച്ചകൾക്ക് ഒടുവിൽ ആ ചർച്ചകൾ നടത്തുന്നതിന് മുമ്പ് തന്നെ രണ്ടു കൂട്ടരുടെയും അഭിപ്രായങ്ങൾ നടത്തിക്കൊണ്ടുള്ള പ്രബന്ധങ്ങൾ കൈമാറി, രണ്ടു കൂട്ടരും അതിന്റെ മറുപടി ഖണ്ഡന പ്രബന്ധങ്ങൾ അതും കൈമാറി. എല്ലാ രൂപത്തിലുള്ള അവരവരുടെ ആശയങ്ങൾ പരസ്പരം ബോധ്യപ്പെടുത്തിയതിനു ശേഷം നടക്കുന്ന ചർച്ച, അതിന്റെ ഓഡിയോ കാസറ്റുകൾ നിങ്ങൾ അന്വേഷിച്ചാൽ ഇപ്പോഴും ലഭ്യമാണ്. അന്നൊന്നും വീഡിയോ റെക്കോർഡിംഗ് ഇത്ര വ്യാപകമായിട്ടില്ല. പക്ഷെ ഒരുപാട് ആളുകളുടെ കയ്യിൽ അന്നത്തെ ഓഡിയോ റെക്കോർഡിംഗ് ചിലപ്പോൾ കണ്ടേക്കും. അങ്ങനെ അമ്മാങ്കുത്ത് അബൂബക്കർ മൗലവി അടക്കം പങ്കെടുത്ത മടവൂർ വിഭാഗത്തിന്റെ പ്രതിനിധിയായി പങ്കെടുത്ത ഒരു ചർച്ച, KK മുഹമ്മദ് സുല്ലമി പങ്കെടുത്ത ചർച്ച, M മുഹമ്മദ് മദനി പങ്കെടുത്ത ചർച്ച, ഇവരെല്ലാം ചർച്ച നടത്തി അവസാനം 18 തീരുമാനങ്ങൾ എടുത്തു. പലരുടെയും വീടുകളിൽ കേരള നദൂത്തുൽ മുജാഹിദീൻ അച്ചടിച്ച്
എല്ലാ മഹല്ലുകളിലും യൂണിറ്റുകൾ തലത്തിൽ അത് വായിച്ച് കേൾപ്പിക്കണമെന്ന നിർദ്ദേശത്തോടെ വിതരണം ചെയ്ത് അത് എല്ലാവരുടെയും കയ്യിലുണ്ടായിരിക്കും. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മനസ്സിലാക്കുന്നതിൽ, അതിനെ ആചരിച്ച് നടപ്പാക്കുന്ന വിഷയത്തിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അതാണ് നമ്മുടെ പ്രമാണങ്ങൾ. ആ പ്രമാണങ്ങൾ മനസ്സിലാക്കുന്നതിൽ അത് അവതരിച്ച കാലഘട്ടത്തിൽ ജീവിച്ച പൂർവികന്മാരായ നമ്മുടെ സലഫി മുൻഗാമികളുടെ നിലപാടുകൾ പരിശോധിക്കേണ്ടതാണ്. അവരൊരു നിലപാട് എന്താണോ സ്വീകരിച്ചത് ആ നിലപാടനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങളുടെ നിലപാടിൽ എത്തേണ്ടത് തുടങ്ങിയുള്ള ഒട്ടനേകം കാര്യങ്ങളിൽ അത് പണ്ഡിതന്മാർ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് വിതരണം ചെയ്തു. അതങ്ങ് സമൂഹത്തിന് മുമ്പിൽ പ്രചരിച്ചാൽ ആദർശപരമായി ഞങ്ങളിൽ വ്യതിയാനമുണ്ടെന്ന വസ്തുത സ്ഥിരപ്പെടും എന്ന് ആശങ്കപ്പെട്ട ആളുകൾ വളരെ സമർത്ഥമായി അഡ്രസ് ഇല്ലാത്ത ഒരു ബുക്ക് അവർ പ്രസിദ്ധീകരിച്ചു. അതിൽ പല അബദ്ധങ്ങളും പല അസംബന്ധങ്ങളും, അബദ്ധങ്ങൾ മാത്രമല്ല അസംബന്ധങ്ങളും അവർ എഴുതി ചേർത്തു. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി AP അബ്ദുൽ ഖാദർ മൗലവി വോട്ട് കിട്ടുന്നതിന് വേണ്ടി ജാമിയ സലഫിയയിൽ അവിടെ ഗുണ്ടകളെ വ്യന്യസിച്ചു എന്നും അവർക്ക് കള്ള് വിളമ്പി എന്നുവരെ ആ ബുക്കിലുണ്ട്. അങ്ങനെയുള്ളൊരു ബുക്ക് അത് ആളെ പേരില്ലാതെ ഒരു സലഫി പബ്ലിക്കേഷൻ എന്ന പേരും പറഞ്ഞുകൊണ്ട് ബുക്ക് ഇറക്കി. എന്നാൽ പിന്നീട് ആളെ കിട്ടി. കാരണം അതേ ബുക്ക് തന്നെ അല്ലറ ചില്ലറ ഭേദഗതികളോടുകൂടി ഒരു ചുവപ്പ് ചട്ടയോടുകൂടി പിന്നീട് MI മുഹമ്മദ് അലി സുല്ലമയുടെ പേര് വെച്ചുകൊണ്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി, കാര്യത്തിൽ വലിയ മാറ്റങ്ങളൊന്നും കൂടാതെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒരു ഭിന്നിപ്പ് അത് ആദർശത്തിലും നിലപാടുകളിലും പ്രമാണങ്ങളെ സ്വീകരിക്കുന്നതിലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ അത് പ്രസ്ഥാനത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടു. അതിന്റെ അനുബന്ധമായ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ സംഘടനയിൽ ഉണ്ടായി. അവസാനം അതിന് പണ്ഡിതോചിതമായ ഒരു തീരുമാനം വന്നു ജമിയത്തുൽ ഉലമയുടെ. ആ പണ്ഡിതോചിതമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും അത് സ്വീകരിക്കുക എന്ന കാര്യം അത് സമൂഹത്തിന്റെ മുമ്പിൽ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായി. പക്ഷേ അത് തങ്ങൾക്ക് ദോഷമായി ബാധിക്കും എന്ന് മനസ്സിലാക്കിയ ആളുകൾ പ്രതിലോമ പ്രവർത്തനങ്ങളുമായി ശക്തമായി മുന്നേറി. എന്നാൽ അത് സംഘടന അതിൽ ഇടപെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ അഡ്രസ് ഇല്ലാത്ത ബുക്കിറക്കിയ നമ്മുടെ യുവജന വിഭാഗത്തിന്റെ ഏതാനും ആളുകളെ അവിടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചു. അത് ഒഴിവാക്കിയപ്പോൾ അത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്നും പറഞ്ഞ് നദുവത്തുൽ മുജാഹിദീന്റെ എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്ന 8-9 പേർ പുറത്തുപോയി വേറെ ഒരു സംഘടന ഇതേ പേരിൽ തന്നെ ഉണ്ടാക്കി. അതാണ് അന്നത്തെ ഭിന്നിച്ചു പോയത്. അങ്ങനെ ഭിന്നിച്ചു വേറെ ഒരു സംഘടന ഉണ്ടാക്കി ശക്തമായി പാരലൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. 2002 തന്നെ സമ്മേളനം വന്നു, 2007 സമ്മേളനം വന്നു. അങ്ങനെ പാരലൽ സമ്മേളനങ്ങൾ ഒരുപക്ഷെ സെയിം ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ച അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ മാറിക്കൊണ്ടുള്ള സമ്മേളനങ്ങൾ വന്നു. ആ സന്ദർഭങ്ങളിൽ ഇവിടുത്തെ സാമാന്യ മുജാഹിദുകളുടെ ശ്രദ്ധ തങ്ങളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി അവർ നടത്തിയ പല അടവുകളും ഉണ്ടായിരുന്നു. ആ അടവുകളിൽ വന്ന ഒരു കഥാപാത്രമാണ് ജിന്ന്. അവരേറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഒരു ജിന്ന്. മഹാനായ മർഹൂം റഹ്മഹുല്ല അബ്ദുൽ അസീസ് അബ്ദുല്ലാഹിബ്നു ബാസ് അദ്ദേഹം എഴുതിയ റുഖിയ ശറയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പുസ്തകമുണ്ട്. ആ പുസ്തകം മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്ത് അതിന്റെ മുഖചിത്രത്തിൽ മുന്നിലേക്ക് ചാടിയ 2 പല്ലുകളുമായി ഭീകരരൂപം പ്രാപിക്കുന്ന ഒരു ജിന്നിന്റെ ഒരു ചിത്രവും കൊടുത്ത് ഇപ്പോൾ അൻസാർ അറബിക് കോളേജിന്റെ പ്രിൻസിപ്പളായിട്ടുള്ള ഫضലുള്ള അൻവാരിയുടെ പേരിൽ, വ്യാജ പേരിൽ, അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ പേര് കൊടുത്ത് MI മുഹമ്മദ് അലി സുല്ലമി പ്രസിദ്ധീകരിച്ചു. ആയിരക്കണക്കിന് കോപ്പികൾ അടക്കി കേരളക്കരയിൽ മുഴുവൻ അത് വിതരണം ചെയ്തു. ആ പുസ്തകത്തിലുള്ളതും ഇപ്പോൾ ജിന്ന് വിഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ച് മാറ്റി നിർത്തി ആയും തമ്മിലുള്ള താരതമ്യം എന്താണ് വ്യത്യാസം? MI മുഹമ്മദ് അലി സുല്ലമി പരിഭാഷപ്പെടുത്തിയ ആ ബുക്ക് നമ്മുടെ മഹാനായ പണ്ഡിതൻ, സലഫി പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ മാതൃകാ പുരുഷന്മാരായി നമ്മൾ എണ്ണിക്കണക്കാക്കുന്ന ഇബ്നു ബാസിന്റെ ബുക്കാണ്. അപ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുവാനും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തിരിച്ചു കൊണ്ടുവരുവാനും പരിശ്രമിക്കുന്നു എന്ന പേരും പറഞ്ഞുകൊണ്ട് നവയാഥാസ്ഥികർ എന്നായിരുന്നു അവരെല്ലായിടത്തും ഉപയോഗിച്ചിരുന്ന പേര്.
മുജാഹിദുകളെ കുറിച്ച്, നദ്വത്തുൽ മുജാഹിദിന്റെ പ്രവർത്തകന്മാരെ കുറിച്ച് അവർ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക നാമം നവയാഥാസ്ഥികർ എന്നായിരുന്നു. പുതിയ ലോകത്ത് ജീവിക്കുന്ന പഴയകാല അന്ധവിശ്വാസങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ പരിശ്രമിക്കുന്ന ആളുകൾ എന്ന നിലക്ക്. സഹോദരന്മാരെ, അങ്ങനെ നിരന്തരമായ ആക്ഷേപങ്ങൾ, കവലപ്രസംഗങ്ങൾ ഒക്കെ നടന്നു. അതാ ഒറ്റക്കെട്ടായി കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പണ്ഡിതന്മാർ അവരുടെ ജൽപ്പനങ്ങളെ, അവരുടെ വാദങ്ങളെ ഗണ്ണിച്ചുകൊണ്ട് പ്രസംഗങ്ങൾ നടത്തുന്നു. എത്രയെത്ര സ്ഥലങ്ങളിൽ ധാരാളക്കണക്കിന് കേസറ്റുകൾ, ധാരാളക്കണക്കിന് സീഡികൾ, ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ, പുസ്തകങ്ങൾ ഒക്കെ ഇന്ന് ലഭ്യമാണ്. മടവൂർ വിഭാഗം, യഥാർത്ഥ നദ്വത്തുൽ മുജാഹിദിന്റെ വിഭാഗം നവയാഥാസ്ഥികന്മാരായി തീർന്നു എന്ന് ആക്ഷേപിച്ചപ്പോൾ, അതിനനുബന്ധമായി തെരുവ് പ്രസംഗങ്ങൾ നടത്തിയപ്പോൾ, ലേഖനങ്ങൾ എഴുതി പ്രസിദ്ധീകരണങ്ങൾ മഷി പുരട്ടിയപ്പോൾ അവർക്ക് മറുപടിയായി ധാരാളക്കണക്കിന് ഖണ്ഡന പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ രണ്ട് പക്ഷത്തായി നമ്മൾ കാണുന്ന പണ്ഡിതന്മാരൊക്കെ അന്ന് ഒരേ വേദിയിൽ അവിടെ വാദങ്ങളെ ഗണ്ണിച്ചു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അവരുടെ വാദങ്ങളെ ഗണ്ണിച്ചുകൊണ്ട് അവർക്ക് മറുപടി പറഞ്ഞിരുന്ന ആളുകൾ, ജിന്നുകൾ എന്ന് പറയുന്നതും പിശാചുക്കൾ എന്ന് പറയുന്നതും മലക്കുകൾ എന്ന് പറയുന്നതും ഒക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണെന്നും അവയെ സംബന്ധിച്ചൊക്കെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമുക്ക് മതിയാവോളം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ടെന്നും ആ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വിശദീകരിച്ചതിന് അപ്പുറത്തേക്ക് നമ്മുടെ സ്വന്തം വക ഒരു വ്യാഖ്യാനം അതിലേക്ക് നമ്മൾ പോകേണ്ടതില്ലെന്നുമൊക്കെ വളരെ വ്യക്തമായി നമ്മൾ മറുപടി കൊടുത്തു. അങ്ങനെ പല രൂപത്തിലുമുള്ള ഖണ്ഡന പ്രസംഗങ്ങൾ ഒക്കെ നടന്നു. അതിനുശേഷം ആ 2002 ശേഷമുണ്ടായ ആ പിളർപ്പിൽ നിലനിൽക്കാൻ വേണ്ടി എന്തൊരു അഭിപ്രായങ്ങളാണോ അന്ന് സമൂഹത്തിന്റെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞിരുന്നത്. ഒരു വലിയ യാഥാസ്ഥിക മാഗസിന്റെ മുഖചിത്രം മൗലവി വിഭാഗം മുശ്രിക്കുകൾ തന്നെ. മൗലവി വിഭാഗം മുശ്രിക്കുകൾ തന്നെ. ഈ മൗലവി ആരാണ്? മുജാഹിദുകൾ ഒന്ന് അന്വേഷിച്ച് നോക്കി, മൗലവി ആരാ? മൗലവി വിഭാഗം മുശ്രിക്കുകൾ തന്നെ എന്ന് തന്റെ വീട്ടിൽ വന്ന് തന്നോട് അഭിമുഖം വാങ്ങിയ ശേഷം ഒരു സുന്നി പ്രസിദ്ധീകരണത്തിന്റെ മുഖചിത്രത്തിൽ മൗലവി വിഭാഗം മുശ്രിക്കുകൾ തന്നെ എന്ന തലക്കെട്ടോട് കൂടി ഒരു അഭിമുഖം പ്രസിദ്ധീകരിച്ചല്ലോ, അബ്ദുസ്സലാം സുല്ലമിയുടെ. എന്തേ അദ്ദേഹം അന്ന് മൗലവി വിഭാഗം മുശ്രിക്കുകളാണ് എന്ന് പറയാനുള്ള ന്യായം അവർ സിഹറിൽ വിശ്വസിക്കുന്നു, സിഹർ ബാധിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ്. സിഹർ ഫലിക്കും എന്നാരെങ്കിലും വിശ്വസിച്ചാൽ അവർ ഖുർആനെ എതിർക്കുന്നവരാണ്, ഖുർആൻ നിഷേധിക്കുന്നവരാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിന്റെ വഹയി ലഭിക്കുന്ന ആളാണ്. വഹയി ലഭിക്കുന്ന ആൾക്ക് മാരണം ബാധിച്ചുകൊണ്ട് മാരണത്തിന്റെ അടിസ്ഥാനത്തിൽ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചാൽ വഹയിൽ തകരാറ് സംഭവിക്കുന്ന ആളായി മാറും. അതുകൊണ്ട് സിഹർ ബാധിക്കുന്നു എന്ന് വന്നിട്ടുള്ള ഹദീസുകളൊക്കെ ഈ നസ്സായ ഖുർആന്റെ ആയത്തിനെതിരായതുകൊണ്ട് തള്ളിക്കളയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സിഹർ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഈ സിഹർ ബാധിക്കുന്നതിന് ഇപ്പോൾ പറയപ്പെട്ട മാർഗങ്ങൾ അദൃശ്യവും അഭൗതികവുമായ നിലക്കാണ് പിശാച് മനുഷ്യനെ സ്വാധീനിച്ചുകൊണ്ട് ഈ സിഹർ ബാധിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വിശ്വാസമുണ്ടായാൽ അദൃശ്യവും അഭൗതികവുമായ മാർഗത്തിൽ മനുഷ്യർക്ക് ഉപദ്രവമോ ഉപകാരമോ ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ കഴിവുള്ളൂ എന്ന തൗഹീദിൽ മായം ചേർക്കലാകും. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളാണ് മൗലവി വിഭാഗം മുജാഹിദുകൾ എന്ന് പറഞ്ഞു. അതിന് ഒരുപാട് യുവത പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണങ്ങൾ, അതേ പ്രകാരം തന്നെ നമ്മുടെ പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ, ആ മറുവശത്ത് തന്നെയുള്ള നമ്മുടെ CM മൗലവി ആലുവ പോലെയുള്ള ആളുകൾ നടത്തിയിട്ടുള്ള ലേഖനങ്ങൾ, അവരിൽ തന്നെ പല ആളുകളുടെയും പ്രസംഗങ്ങളൊക്കെ എടുത്തുകൊണ്ട് വ്യാപകമായ രൂപത്തിലുള്ള മറുപടികൾ. അവസാനം ശക്തമായ അടി കിട്ടിയപ്പോൾ നമ്മുടെ സഹോദരന്മാർ 2002 പുതിയ ഒരു നദ്വത്തുൽ മുജാഹിദീൻ ഉണ്ടാക്കി പുറത്തുപോയ സഹോദരന്മാർ അല്പം ക്ഷീണിച്ചു. കാരണം തെളിവുകൾ കൊണ്ടാണല്ലോ മറുപടി കിട്ടുന്നത്. സിഹർ ബാധിക്കും, അത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ നെസ്സിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ബുഖാരിയിലും മറ്റ് സഹീഹ ഹദീസുകളിലും ഉള്ളതാണ്. അതേ പ്രകാരം തന്നെ റുഖിയ ശറഇയ്യ ഉണ്ട്, ആ റുഖിയ ശറഇയ്യ ഉണ്ട്, കണ്ണേറുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചങ്ങ് കൊടുത്തപ്പോൾ അല്ലറ ചില്ലറ ഒറ്റപ്പെട്ട അപശബ്ദങ്ങളിൽ മാത്രം ഒരു മുഖ്യമായ ധാരയിൽ നിന്ന് തന്നെ പ്രാസംഗികന്മാരൊക്കെ അകത്തോട്ട് വലിഞ്ഞു. പലയിടത്തും അവർക്ക് നിലനിൽപ്പ് തന്നെ ഇല്ലാത്ത ഒരവസ്ഥയിലെത്തി. ആ സ്ഥിതിയിലാണ് ഉണ്ടാക്കി തീർത്ത ഒരു ഭിന്നിപ്പ് വരുന്നത്. എന്താ ഉണ്ടാക്കി തീർത്ത ഭിന്നിപ്പ്? നമ്മൾ ഉദ്ദേശിച്ച നിലക്കല്ല
കാര്യങ്ങൾ പോകുന്നത്. ആളുകളൊക്കെ വേറെ എന്തോ ചിന്തിക്കുന്നുണ്ടല്ലോ, വേറെ ഏതെങ്കിലും നിലക്ക് ചിന്തിക്കുന്നുണ്ടല്ലോ. നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒന്നും അല്ലല്ലോ യൂണിറ്റ് തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ, മണ്ഡലം തെരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല ഇത് വരുന്നത്. ഇങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന നമുക്ക് ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് മാറി ഇത് എങ്ങനെയാണ് നേരിടാൻ നമുക്ക് സാധിക്കുക എന്ന ഒരു ഗൂഢാലോചനയിൽ നിന്ന് പറഞ്ഞു. ഏറ്റവും എളുപ്പമുള്ളൊരു പണി, വേറെ എന്ത് പറഞ്ഞാലും ഇപ്പോൾ മുജാഹിദികളെ വശത്താക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. ഏറ്റവും എളുപ്പമുള്ളൊരു വഴി, തൗഹീദിൽ തെറ്റ് സംഭവിച്ചു, ഏകദൈവ വിശ്വാസമാണല്ലോ മുജാഹിദികളുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി. വിളിച്ചു പ്രാർത്ഥിക്കപ്പെടാൻ അല്ലാഹ് മാത്രമാണ് അർഹനായിട്ടുള്ളത്. അള്ളാഹുവിനോടല്ലാതെ ഒരു പടപ്പുകളോടും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. ആരാധനയുടെ എല്ലാ അംശങ്ങൾക്കും